ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. ഫെമിനിസം എന്ന വാക്കിന് ഇപ്പം അത്ര വലിയ ഡെഫിനിഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഫെമിനിച്ചി എന്ന വാക്കൊക്കെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. മാനുഷിക മൂല്യത മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് ഫെമിനിസം. നീ അവളും മനുഷ്യശ്രീയാണ്, ഞാനും മനുഷ്യശ്രീയാണ്. അവൾക്കും വിശപ്പുണ്ട്, എനിക്കും വിശപ്പുണ്ട്. അവൾക്കും വേദനയുണ്ട്, എനിക്കും വേദനയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തീർന്നു. അത്രയേ ഉള്ളൂ. അതിന് പിന്നെ ഇംഗ്ലീഷിലൊരു വാക്കെടുത്ത് വച്ചിരിക്കുന്നു ഫെമിനിസ്റ്റ് എന്ന്. അത് മനസ്സിലാകാതെ ആ തുല്യത കൊടുക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ മനസ്സില്ല എന്ന് പറയുന്നിടത്താണ് ഫെമിനിച്ചി എന്ന വാക്ക് ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ നേരത്തെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി ഒരു കാലത്ത് ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അന്ന് ഞാൻ ജീവിച്ച ഒരു കാലഘട്ടമാണ്. ഞാൻ പഠനം നടത്തിയതോ എഴുതിയതോ അല്ല, ഞാൻ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തിയേറ്ററിൽ ഒരിക്കലും ആരാണ് നിങ്ങളുടെ നടൻ എന്ന് ചോദിച്ചിട്ടില്ല. ആരാണ് സംവിധായകൻ എന്നായിരുന്നു അന്നത്തെ കാലത്ത് ചോദിച്ചിരുന്നത്. അത് മാറി ഇന്ന് ആരാണ് നടൻ എന്നാണ് ചോദിക്കുന്നത്. അത് എന്നാണ് അത് ഉണ്ടായി തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സംഘടനകൾ എപ്പോഴും പുരുഷാധിപത്യ സ്വഭാവമുള്ള സംഘടനകളാണ് നമ്മളിവിടെ കാണുന്നത് ഭൂരിഭാഗം. അപ്പം നമ്മൾ വളരെയധികം ആഗ്രഹിച്ചു ഒരു സംഘടനയിലെങ്കിലും സ്ത്രീകൾ തലപ്പത്ത് വരണം എന്ന്. പക്ഷെ വന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം. കാരണം അവരും പുരുഷന്മാരുടെ വാക്കുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്ത്രീ രൂപമുണ്ട് എന്ന് മാത്രം. അവർ പറയുന്നതെല്ലാം തന്നെ പുരുഷന്മാർ പിറകിൽ നിന്ന് എൻ്റെ ഒരു തൊഴിൽ വെച്ച് നോക്കി ഡബ് ചെയ്യാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ മറ്റൊരാളുടെ ശബ്ദം അവർ ഡബ് ചെയ്യുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ചോദിച്ച ചോദ്യവുമായി ബന്ധമില്ലെങ്കിൽ കൂടി ഞാൻ പറയാം, എൻ്റെ ഏറ്റവും വലിയ വേദന എന്നത് ഈ പെൺകുട്ടി ഇവളിത് അനുഭവിച്ചപ്പോൾ ഇവിടെയുള്ള ഒരു സംഘടനയും അവളെ ഒന്ന് വിളിച്ചിട്ടില്ല, അവളെ ഒന്ന് കാണാൻ പോയിട്ടില്ല, അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിധി വരുമ്പോൾ വെറുതെ അവളോടൊപ്പം എന്ന് പറയുകയല്ലാതെ എന്താണ് ഈ അവളോടൊപ്പം ചെന്ന് അവളെ കൈക്കൊന്ന് പിടിക്കൂ, അവളെ ഒന്ന് ചേർത്ത് പിടിക്കൂ, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്ന് ഒരാൾ പോലും ഇവിടെ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൂടാത്ത കുറേ അധികം അനീതികൾ ഇവിടെ ഇൻഡസ്ട്രിക്കുള്ളിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം ഈ വിഷയത്തിൽ ഈ കേസിൽ പെട്ടിരിക്കുന്ന ഈ നടൻ എത്രയോ കാലങ്ങളായിട്ട്, അതായത് അദ്ദേഹത്തിന് ഇവിടെ ഒരു തിയേറ്റർ മാർക്കറ്റും ചാനൽ മാർക്കറ്റ്, ആദ്യം നമുക്ക് ചാനൽ മാർക്കറ്റായിരുന്നു, പിന്നെയാണ് OTT വന്നത്. ഈ ചാനൽ മാർക്കറ്റ് ഉള്ള സമയത്ത് തന്നെ പുള്ളി ഇന്നലെയും കൂടെ ഒരു സംവിധായകനോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞൊരു കാര്യമാണ്, ആ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും നക്ഷത്രം വെച്ചിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പം നല്ല സമയമാണോ ചീത്ത സമയമാണോ എന്ന് കബഡി നിരത്തി നോക്കിയിട്ടാണ് അതിലൊരു ചെറിയ കഥാപാത്രത്തെ പോലും അദ്ദേഹം അഭിനയിപ്പിക്കുന്നത്. അത് ഇല്ല, ഇന്ന് രേവതി നക്ഷത്രക്കാർക്ക് ഇനി ഒരു 3 മാസം ചീത്തയെന്ന് പറഞ്ഞാൽ രേവതി നക്ഷത്രക്കാർക്ക് അവസരമില്ല. ആരാണ് ഇതിനൊക്കെ ഇടം വെച്ച് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് സിനിമ മാറിയത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതെല്ലാം അയാൾ വരുമ്പോൾ, ഇയാൾ എന്ന് പറയുന്ന ഒരാളല്ല, ഇവർ എല്ലാവരും വരുമ്പോൾ ജയ് വിളിക്കുന്ന. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരാളെ കണ്ടു. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു നടന് വേണ്ടി ഇവിടെ കിടന്ന് എല്ലാവരും ഒളിവിൽ പോയി നെട്ടോട്ട് കൊടുത്ത ആ നടൻ തിരുവനന്തപുരത്ത് ഒരു നടൻ്റെ വീട്ടിലായിരുന്നു. ആ നടനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കണ്ടപ്പോൾ നിങ്ങളൊക്കെ കൂടെയാണ് ഇങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടാക്കിയത്. ഒരു പെൺകുട്ടി ഈ അവസ്ഥയിലെത്താനുള്ള കാരണം നിങ്ങൾ കൂടിയാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടാലും പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ. താങ്ക് യു. അതിജീവിതരുടെ കൂടെ ഉണ്ടായിരുന്നില്ല, ഇപ്പം പെട്ടെന്ന് കുറച്ച് പേര് പൊങ്ങി വന്നുകൊണ്ട് അവർ തന്നെയാണ് ഞാൻ സൂഡോ ഫെമിനിസം എന്നുള്ള രീതിയിൽ ക്യാരക്ടറൈസ് ചെയ്തത്. അവർക്കെതിരായിട്ടാണ് ഇപ്പം മാം ഇപ്പം പറഞ്ഞത്, ലൈക്ക് അവരെന്തുകൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കുന്നില്ല ബട്ട് കാണിപ്പിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നുള്ളത് മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് പകരം അവരുടേതായിട്ടുള്ളൊരു ഷോ എന്ന് മാത്രമാണ് ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെയായിരിക്കും നമ്മൾക്കെതിരെ വേർതിരിക്കാൻ പറ്റുന്നത്? ലൈക്ക് ഇപ്പോൾ ഫെമിനിസം ഇസ് നോർമലി വാട്ട് ഇസ് കോൾഡ് ആസ് ജസ്റ്റിസ്.
എല്ലാവർക്കും ഒരേപോലെയല്ല, എല്ലാവരും ഒരേപോലെയാണ് എന്ന് പറയുന്ന ഒരു സംഭവം. ആൻഡ് നോട്ട് ഈവൻ ഈക്വാലിറ്റി. സിമ്പിളാണ്. അതായത് അവൾക്കൊപ്പം എന്ന് പറയാം, പക്ഷെ അവൾക്കൊപ്പം നിൽക്കില്ല എന്ന് പറയുന്നത് പോലെ ഫെമിനിസത്തിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയും, പക്ഷെ അവർ ഫെമിനിസത്തിനോട് യോജിക്കുന്നവരല്ല. ഇത്രയും വ്യത്യാസമുള്ളൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.